നമസ്കാരം. ഫെബ്രുവരി 28-ന് ആരംഭിച്ച മാസങ്ങളോളം നീണ്ടുനിന്ന US-ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക ധാരണാപത്രം ആഗോളതലത്തിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നുണ്ട്. കടുത്ത വ്യോമാക്രമണങ്ങളിലൂടെ ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുദ്ധത്തിന് മുതിർന്നതെങ്കിലും ഫലത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഇതൊരു വലിയ തന്ത്രപരമായ പരാജയമായി മാറിയെന്നാണ് വിലയിരുത്തൽ. യുദ്ധം അവസാനിക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവനെടുത്ത ഈ ചോരപ്പുഴയും യുദ്ധവും യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു എന്നതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളും കൊല്ലപ്പെട്ടിരുന്നു. ഈ ആഘാതത്തിൽ ഇറാൻ ഭരണകൂടം തകർന്നടിയും എന്നായിരുന്നു ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കണക്കുകൂട്ടൽ. എന്നാൽ ആ പ്രതീക്ഷ തെറ്റി. എന്നാൽ മുൻഗാമികളെ പോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന പുതിയ ഇറാൻ നേതൃത്വം തങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധം പുറത്തെടുത്തു. ആഗോള ഇന്ധന വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലെടുക്ക് അവർ പൂർണ്ണമായും അടച്ചുപൂട്ടി. ഇതോടെ ലോകത്തെ 1/5 എണ്ണവാതക വിതരണം തടസ്സപ്പെടുകയും ആഗോള സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഇതാണ് ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച ട്രംപിനെ ഒടുവിൽ വിട്ടുവീഴ്ചകൾക്ക് പ്രേരിപ്പിച്ചത്. പുതിയ കരാർ പ്രകാരം ഹോർമൂസ് കടലെടുക്ക് തുറന്നു നൽകുന്നതിന് പകരമായി ഇറാനു മേലുള്ള നാവിക ഉപരോധം അമേരിക്കയ്ക്ക് അവസാനിപ്പിക്കേണ്ടിയും വന്നു. എണ്ണ കയറ്റുമതി പുനരാരംഭിക്കാനും മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ഇറാനിലേക്ക് തിരിച്ചെത്തിക്കാനും ട്രംപ് സമ്മതിച്ചു. ഇതിൽ അമേരിക്കയ്ക്കുള്ളിൽ വിമർശനം നേരിടുന്നുണ്ട് ട്രംപ്. ജോ ബൈഡന്റെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഈ കരാറിന്റെ ഒരേ ഒരു നേട്ടം യുദ്ധത്തിന് മുൻപ് തന്നെ തുറന്നു കിടന്നിരുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നു എന്നത് മാത്രമാണ്. അതിനായി ഇപ്പോൾ നമ്മൾ ഇറാന് നൽകിയ വില അത് വളരെ വലുതാണെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി പ്രതിസന്ധിയിലാണ്. ഇറാന്റെ ഭീകര ഭരണകൂടത്തെ അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ച യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും ഈ കരാർ കനത്ത തിരിച്ചടിയാണ്. ഒക്ടോബറിൽ ഇസ്രായേലിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണം തടയുന്നതിലുണ്ടായ സുരക്ഷാ വീഴ്ചകൾക്ക് വോട്ടർമാരോട് മറുപടി പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. നയതന്ത്രം ഉപേക്ഷിച്ച് യുദ്ധം തെരഞ്ഞെടുത്ത നെതന്യാഹുവിന്റെ മിസ്റ്റർ സെക്യൂരിറ്റി എന്ന പ്രതിച്ഛായയ്ക്ക് ഈ കരാർ വലിയ കോട്ടമുണ്ടാക്കും. ലബനനിലെ യുദ്ധം പൂർണ്ണമായി നിർത്തണമെന്ന കരാറിലെ വ്യവസ്ഥ ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാന് നേരെ US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തോടെയാണ് നിലവിലെ യുദ്ധം ആരംഭിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയി കൊല്ലപ്പെടുകയും മേഖല വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആണവ നിലയങ്ങളും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പ്രോക്സി ഗ്രൂപ്പുകളെയും പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം. എന്നാൽ ചർച്ചകളിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായും പുറത്തായിരുന്നു. സമാധാന ഉപാധികൾക്ക് മേൽ നിരന്തര സമ്മർദ്ദത്താൽ സ്വാധീനം നേടാൻ ശ്രമിച്ചപ്പോഴും ഇസ്രായേലിനെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് ട്രംപ് ഇപ്പോഴത്തെ കരാറിലെത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അതിജീവിച്ച് ലബനനിൽ ഹിസ്ബുള്ളയും ഗാസയിൽ ഹമാസിന്റെ ഒരു വിഭാഗവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലബനനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്ന ഇറാന്റെ ആവശ്യം ട്രംപ് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇത് ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് വിലങ്ങുതടിയാകും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തില്ലെന്ന നിലപാടും ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം സംബന്ധിച്ചും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിനെക്കുറിച്ചും വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ വിപുലമായ ചർച്ചകൾ നിശ്ചയിച്ചിട്ടുള്ളതും ഇസ്രായേലിന്റെ സാന്നിധ്യമില്ലാതെയാണ്. വരാനിരിക്കുന്ന US കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആഭ്യന്തരമായി ജനപ്രിയമല്ലാത്ത യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ധൃതി കൂട്ടുന്നത്. ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറന്ന് ആഗോള വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കുക എന്നതും ട്രംപിന്റെ വെല്ലുവിളിയാണ്. ലോക സമാധാനത്തിന് നായക പദവി ലഭിക്കാൻ പലതവണ കുപ്പായമിട്ട് പരസ്യമായ രംഗത്തെത്തിയ വ്യക്തിയാണ് ട്രംപ് എന്നതും ഇവിടെ പ്രസക്തമാണ്.